ഇപ്പോൾ കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ സംവിധായകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ദിൻജിത്ത്, സ്വാഗതം. കിഷ്കിന്ധ കാണ്ഡം അത് എല്ലാ വിധത്തിലും ദിൻജിത്ത് കേൾക്കാമോ? ഈ താങ്കൾക്ക് ലഭിച്ച പുരസ്കാരത്തെ സംബന്ധിച്ച് വളരെ സന്തോഷം. അതും ആസിഫിനെ സ്പെഷ്യൽ ജൂറി മെൻഷൻ ചെയ്ത ബെസ്റ്റ് ആക്ടർ എന്നുള്ള നിലയിലും പിന്നെ നമ്മുടെ എഡിറ്റർ സൂരജിനും കിട്ടിയ അവാർഡ് വലിയൊരു അഭിമാനമായിട്ട് കരുതുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു ഈ കാലഘട്ടത്തിൽ അത്രയും കോമ്പറ്റീഷനുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് വളരെ സന്തോഷം. ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ. അത് മാത്രമല്ല, ഈ ഇപ്പോൾ സ്വഭാവ നടനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിക്കുന്ന ഘട്ടത്തിൽ ഈ ആസിഫ് അലി, കാരണം ആസിഫ് അലിയിൽ അതിലെ ഓരോ അഭിനയത്തിനും മാത്രമല്ല അതിൽ നിലനിർത്തിയിരുന്ന ഒരു സസ്പെൻസ്, ആ ത്രില്ല്, അതൊക്കെ വലിയ എഫേർട്ടാണ് യഥാർത്ഥത്തിൽ ഒരു സംവിധായകനെ സംബന്ധിച്ച്, അല്ലേ? അതൊക്കെ കിഷ്കിന്ധ കാണ്ഡത്തെ സംബന്ധിച്ച് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത്, അല്ലേ? അതെ 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 അതാണ് നല്ല പടങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ആക്ടർ എന്ന നിലയിലും പടങ്ങളും എല്ലാ രീതിയിലും ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിനും അതെല്ലാം കിട്ടിയതെല്ലാം ഭയങ്കര സന്തോഷം. എന്നാൽ ഡിഫറെന്റ് ജോണറിലെ പടങ്ങളാണ് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയത്. അപ്പോ നല്ല കോമ്പറ്റീഷൻ ആയാലും അത് ഒരു കൺഫ്യൂഷനാണ് ഏത് പടത്തിന് കൊടുക്കുന്നുള്ളത്. നമ്മളെ ഒരു ആകാംക്ഷയിലായിരുന്നു എന്തായാലും ഏത് പടത്തിനായിരിക്കും എന്ന് പറഞ്ഞാൽ തമ്പയുഗം നോക്കിയുണ്ട് ഒരു ഡിഫറെന്റ് ജോണർ, മഞ്ഞുമൽ ബോയ്സ് ഒരു സർവൈവൽ ത്രില്ലർ, അങ്ങനത്തെ എല്ലാ രീതിയിലും നമ്മളും ഡിഫറെന്റ് ആയിട്ട് ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിൽ അപ്പൊ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള പടങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നു. അതൊരു നല്ലൊരു സൈനാണ് ആക്ച്വലി മലയാള ഇൻഡസ്ട്രിയിൽ. ആക്ച്വലി ഇത്രയും നല്ല ഡിഫറെന്റ് പടങ്ങൾ വരുന്നുള്ളത്. അതിൽ ഒരു കോമ്പറ്റീഷൻ വന്നു. അതിൽ നല്ലൊരു ജൂറി സെലക്ഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ടു എല്ലാവരോടും. തീർച്ചയായും ഒരു കാര്യം കൂടി, കാരണം ഇതിനകത്തൊരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ത്രില്ലിക്കാണല്ലോ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ ജൂറി ഈ അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഒരു വിമർശനവും കൂടെ വെച്ചു. നല്ല കുട്ടികൾക്കുള്ള സിനിമകൾ അത് വേണം, അതിൻ്റെ കഥയിലും എഴുത്തിലും സംവിധാനത്തിലും ഒക്കെ. അതിൻ്റെ അഭാവം വല്ലാതെ വേദനിപ്പിച്ചു എന്ന രീതിയിൽ പ്രകാശ് രാജ് തന്നെ പറയുകയുണ്ടായി. ഈ ഘട്ടത്തിൽ താങ്കൾക്ക് അതിനോട് അതൊന്നും കൂടുതലും പറയാനില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നല്ല പടങ്ങളിലും ചെയ്യാൻ, നല്ല കണ്ടന്റ് വരാൻ. ഇപ്പോൾ കണ്ടന്റിനാണ് ക്ഷാമെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓഡിയൻസ് എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം നല്ലൊരു കണ്ടന്റ് കിട്ടുക അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഇതാണ് നമ്മളെ വലിയ ചാലഞ്ചായിട്ട് ഞാൻ കരുതുന്നത്. അപ്പം നല്ല കുട്ടികളുടെ പടവും വരണം ഒക്കെയാണ്. അത് ഞാനും ഈ സന്തോഷത്തിനിടയിൽ ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ, കാരണം കുട്ടിയെ ഇതിനകത്ത് കേന്ദ്രീകരിക്കുന്നു എന്നതുകൊണ്ട്. താങ്കൾക്ക് അത്തരത്തിൽ ഭാവിയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൈരളി ന്യൂസിനോട് തന്നെ പങ്കുവെക്കും. ഞാൻ അതെ എന്താ നമ്മളും ആനിമേഷൻ ഫീൽഡ് വന്നയാളാണ്. 100% ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു കുട്ടികൾക്കുള്ള പടങ്ങൾ വരണം എന്നുള്ളത്. അപ്പം എന്തായാലും വരും, ഫ്യൂച്ചറിൽ വരാം. ഞാനും ട്രൈ ചെയ്യും. ശരി, താങ്ക് യു.